രാഹുൽ ജിനാഥ് കൂടി ചേരുന്നു. എന്താണ് ഇൻഡിഗോ സംബന്ധിച്ച്, ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്നത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം. യാത്രക്കാരെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ആശ്വാസമാകണം. പ്രവാസി സഹോദരന്മാരെ ഈ രീതിയിൽ പിഴിയാൻ ഒരു തരത്തിൽ നമുക്ക് അനുവദിക്കാൻ കഴിയുകയില്ല. രാഹുൽ ജിനാഥ്, കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം അടക്കം വലിയ പ്രതിസന്ധി നിലവിൽ അനുഭവിക്കുന്നതായി അറിയുന്നു. ഇപ്പോഴാണ് ചില ഇളവുകൾ ഈ രാത്രി ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ പുറപ്പെടുവിച്ചു എന്ന് പറയുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്ര മണിക്കൂറോളം നമ്മുടെ പ്രവാസി സഹോദരന്മാർക്ക് അവരുടെ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു? എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കും പൂർണ്ണമായി? ഏറ്റവും ആദ്യം എപ്പോൾ പരിഹരിക്കുമെന്ന് വെച്ചാൽ 2 മാസം എടുക്കും. ഫെബ്രുവരിയിൽ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോലും ഇൻഡിഗോ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ആ പ്രതിസന്ധിയുടെ വ്യാപ്തി വലുതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതേതാണ് കാലം? അത് ഈ സമയം ഡിസംബർ മാസമാണ്. ഈ പ്രവാസികൾ മാത്രമല്ല, ഈ ടൂറിസ്റ്റ് ആളുകൾ പോകുന്ന, അങ്ങനെ ഒരു എയർലൈനെ സംബന്ധിച്ച് ചാകര എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു സമയത്താണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ അനുവദിക്കാൻ കഴിയുമോ, അങ്ങനെ അനുവദിക്കേണ്ടതായി ഉണ്ടോ എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻ്റലായി വന്നൊരു പ്രശ്നം, അത് പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ രൂക്ഷതയിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ നിന്നെടുത്ത് നിന്ന് കാര്യങ്ങൾ താഴേക്ക് പോകുന്ന നിലയിലേക്ക് വന്നത്. കാരണം ഫെബ്രുവരി വരെ ഞങ്ങൾക്ക് ഇളവ് വേണം എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് എയർലൈനുകൾ വില കൂട്ടും, അല്ലെങ്കിൽ ഉപഭോക്താക്കളെല്ലാം അങ്ങോട്ടേക്ക് പോകും, യാത്രക്കാരെല്ലാം അങ്ങോട്ടേക്ക് പോകും എന്ന വസ്തുതയൊക്കെ ഉണ്ട്. ഇവർക്ക് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ഉടനെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. മറ്റൊന്ന്, പര്യാപ്തമായ ജീവനക്കാർ അവർക്കില്ല. ഈ പുതിയ ഷെഡ്യൂൾ മാനേജ് ചെയ്യാൻ, പുതിയ സമയക്രമം മാനേജ് ചെയ്യാൻ ഉള്ള ആളുകൾ അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം മൗനത്തിലായിരുന്നു, അല്ലെങ്കിൽ അവർ തിരിച്ചറിവില്ല പ്രവർത്തിച്ചോ എന്നുള്ള ചോദ്യമാണ്. അതായത് ഒരു സിസ്റ്റം ആകുമ്പോൾ എല്ലാ സംവിധാനങ്ങളും അത് ഏകോപിപ്പിച്ച ശേഷം എവിടേക്കാണ് ഈ സിസ്റ്റം ഒക്കെ പരുവപ്പെട്ടതാണോ എന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു മാർഗം, ഒരു പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടിയിരുന്നത്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടാണോ ഇപ്പോൾ അനുഭവിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ ഈ സ്വകാര്യ മേഖലയിലേക്ക് നിൽക്കുമ്പോൾ ആളുകളെ ആകർഷിക്കാൻ പുതിയ നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാലത്താണ് അടിസ്ഥാനപരമായി നിലനിൽക്കാൻ പോലും ഇല്ലാത്ത ഒരു ബി പ്ലാൻ ഇല്ലാതായി പോകുന്ന ഇൻഡിഗോയ്ക്ക്. അതുകൊണ്ടാണ് ബാക്കി എയർലൈൻസ് ഇങ്ങനെ പോകുന്നത്. തിരുവനന്തപുരത്തെ കാഴ്ച വ്യത്യസ്തമാണ്. ഇവിടെ ആളുകളെ വിളിച്ചറിയിക്കാനുള്ള ഉത്തരവാദിത്തം അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എങ്കിലും 2-3 വിമാനത്താവളത്തിലൊക്കെ തറയിൽ കിടന്നൊക്കെ ഉറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക്. അപ്പോൾ അതൊക്കെ മാറണം. അപ്പോൾ ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നല്ല സർവീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. എയർ ഇന്ത്യയായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ആശ്വാസമാണ് എല്ലാവരും സംബന്ധിച്ചത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിനകത്ത് ഇത്തരം ഒരു പാകപ്പിഴയുണ്ട്. അപ്പോൾ അത് തീർച്ചയായും പരിഹരിക്കപ്പെടണം. അപ്പോൾ ഈ കമ്പനി എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകുന്നുണ്ടോ? നിലവിൽ അത് തന്നെയാണ്. അവർക്ക് ഇളവുകൾ വേണം. ഫെബ്രുവരിയിൽ ഇത് പൂർണ്ണമായി പരിഹരിക്കാം, നിലവിൽ ഞങ്ങൾക്ക് ഇളവ് തരണം എന്ന ഒരു മുൻകൂർ ജാമ്യം അപേക്ഷിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു അയഞ്ഞ മട്ടാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. പെട്ടെന്ന് പരിഹരിക്കാൻ പോലും കഴിയാത്തത്ര പ്രതിസന്ധിയാണ് ഇൻഡിഗോയ്ക്കുള്ളത്.